ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സാറേ, എന്തായി? ഞാൻ SIയോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. സംഭവം നമുക്ക് ഒതുക്കി തീർക്കാം. പക്ഷെ കംപ്ലൈന്റ് ചെയ്ത് 2 പേരുണ്ട്. ഓക്കെ. അവരത് ഇഷ്യൂ ആക്കുകയോ ന്യൂസ് ആക്കുകയോ ചെയ്താൽ പണിയാകും. അതുകൊണ്ട് അവരെ പറഞ്ഞൊന്ന് സെറ്റിലാക്കണം. അത് കുഴപ്പമില്ല, ഞാൻ സംസാരിച്ചോളാം. എന്തെങ്കിലും വേണ്ടതുപോലെ ചെയ്യുകയും ചെയ്യാം. അതുപോലെ അത് മതി. അവർ കംപ്ലൈന്റ് പിൻവലിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, നോ ഇഷ്യൂ. അവരെവിടെ ഉണ്ട്? അവരവിടെ ഉണ്ട്. സാർ വാ. ശരി, പറഞ്ഞോ സാർ. നമ്മൾ എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജോർജ് സാറിനെ വിളിച്ച് വിവരം പറയണോ? സാറ് വിളിച്ച പിന്നെ അത് പല സംശയങ്ങൾക്കും ഇട നൽകും. തൽക്കാലം നമ്മൾ 2 സാധാരണ സ്കൂൾ ടീച്ചർമാരുടെ അവസ്ഥയിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലത്. വിനോദ, കോളെടുക്ക്. ഹലോ ഹലോ, റേഞ്ച് ഓറാൻ തോന്നുന്നു. ഹലോ, വിട്ടുവിട്ടാ കേൾക്കുന്നത്, ഒന്ന് ഹോൾഡേ. സാർ ഇവിടെ നിൽക്കി, ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് വരാം. അത് കഴിഞ്ഞ് സാറ് വന്നാ മതി. ഞാൻ സംസാരിച്ചോളാം. അവര് വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന രീതിയിലാണ് SI സാറിനോട് സംസാരിച്ചിരിക്കുന്നത്. എന്നിട്ടിപ്പോ നമ്മൾ മാറ്റി പറഞ്ഞ അത് പണിയാവും. ഞാനൊന്ന് തഞ്ചത്തി പറഞ്ഞു നോക്കട്ടെ. ഇല്ലെങ്കിൽ ഒറ്റയടിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാ അത് നാണക്കേടാവില്ലേ? പോയിട്ടോ. ശരി സാർ, സാർ ഇരിക്കും. മാഡം, കൂടെ ഉണ്ടായിരുന്ന ആളെവിടെ? ഒരു ഫോൺ വന്നിട്ട് മാറിയതാ. എന്തായി, അവര് വന്നോ? ഞങ്ങൾ പോയിക്കോട്ടെ? അല്ല, അതെന്താന്ന് വെച്ചാലേ അവർക്കൊരു അബദ്ധം പറ്റി. ലോഡ് മാറ്റി കയറ്റിയതെന്നാ പറയുന്നത്. സ്ഥിരം കടത്തലുകാരോ മാഫിയക്കാരോ ഒന്നും അല്ല. അവരെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പെട്ടുപോയതാണ്. അതുകൊണ്ട് കേസാക്കാതെ ഒന്ന് ഒതുക്കി തീർത്താൽ വലിയ ഉപകാരമായിരുന്നു. സാർ, നടക്കില്ല സർ. ആ പെണ്ണൊരു ഭദ്രകാളിയാ. അവര് ഞങ്ങളെ പണികളയക്കും. സാറ് പൊക്കോ. ആ വണ്ടിയും ചന്ദനമൊക്കെ പോയെന്ന് കരുതിയാ മതി. എനിക്കിങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല സർ. ഞാൻ അവരോട് സംസാരിച്ചു നോക്കട്ടെ. എക്സ്ക്യൂസ് മീ. യെസ്.